സത്യൻ അന്തിക്കാട് മോഹൻലാൽ ടീമിന്റെ ഹൃദയപൂർവ്വം. ഇതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യണത് അത് കംപ്ലീറ്റ്ലി സെറ്റായ ഒരു പടമാണ് ഹൃദയപൂർവ്വം. ഇവരുടെ കോമ്പിനേഷനിലുള്ള ഒരു സിനിമ പോലും ഞാൻ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള കുറേ സിനിമകൾ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീല് തന്നെയാണ് ഈ സിനിമ എന്നെ ആദ്യ ദിവസം തന്നെ കാണാൻ പ്രേരിപ്പിച്ചത്. ഒപ്പം ടീസറും സിനിമ. അപ്പോൾ തുടക്കത്തിൽ നായകനായ സന്ദീപിന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് കാണിച്ചുകൊണ്ട് സിനിമ തുടങ്ങുന്നത്. ഒരു കേണലിന്റെ ഹൃദയമാണ് നായകന് കിട്ടുന്നത്. തുടർന്ന് ഈ കേണലിന്റെ ഫാമിലിയുമായിട്ട് സന്ദീപ് അടുക്കുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല രസകരമായി കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ. ഇത് ആദ്യം മുതൽ അവസാനം വരെ ബോറടിപ്പിക്കാതെ കാണാൻ പറ്റിയ ഒരു ക്ലീൻ സത്യൻ അന്തിക്കാട് മോഹൻലാൽ എന്റർടൈനറാണ് ഹൃദയപൂർവ്വം. ഒരു ടിപ്പിക്കൽ എന്റർടൈനർ. സത്യൻ അന്തിക്കാടിന്റെ പടം എന്താണ് അതേപോലെ തന്നെയാണ് ഈ സിനിമയിലുള്ള ഉടനീളം ഉള്ളത്. സിനിമയിൽ എനിക്ക് കുറച്ചെങ്കിലും വർക്കാകാതെ പോയി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സിനിമകളിൽ ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നവർക്ക് കണക്റ്റ് ആവുന്ന കുറച്ച് സംഭവമുണ്ട്. അത് ചെറുതായി ഒന്ന് വീക്കായ പോലെ തോന്നി. ബട്ട് ത്രൂ ഔട്ട് സിനിമയിൽ ഹ്യൂമർ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ സിദ്ദിഖ് പൊട്ടിക്കുന്ന ഒരു വൺ ലൈനിൽ തുടങ്ങുന്ന തമാശ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കും എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. മോഹൻലാൽ, സന്ദീപ്, സിദ്ദിഖ് ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സന്ദീപ് ത്രൂ ഔട്ട് ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു കഥാപാത്രം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ നല്ല രസമായിരുന്നു. സിറ്റുവേഷണൽ കോമഡിയും ആ പോകുന്ന സിറ്റുവേഷൻസ്, അതിൽ ഇവർ ഇടുന്ന എക്സ്പ്രഷൻസ് ഒക്കെ തന്നെ നന്നായി ചിരി സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം തന്നെയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ. സാധാരണ ഓണത്തിന് നമ്മൾ എല്ലാവരും ഒരു സിനിമയെങ്കിലും കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല ഫാമിലി ആയിട്ട് പോയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യും വേണമെങ്കിൽ ഈ സിനിമ ഹൃദയപൂർവ്വം. അങ്ങനെ അടിപൊളി ഗംഭീര സിനിമ എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യാവസാനം വരെ ചിരി സമ്മാനിക്കുന്ന കൊച്ച് എന്റർടൈനറാണ് ഹൃദയപൂർവ്വം എന്ന സിനിമ. വയലൻസ് ഇല്ല, ത്രില്ലിംഗ് മൊമെന്റ്സോ നെയ് ബൈറ്റിംഗ് സീൻസോ ഒന്നുമില്ല. കൂൾ ആൻഡ് കാം. ഈ സിനിമയുടെ തുടക്കം തൊട്ട് നമുക്ക് ആ കാംനെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ മാളവിക മോഹൻ വന്നപ്പോഴും ചെറിയൊരു കല്ലുകടി പോലെ തോന്നി. പെർഫോമൻസും ഡയലോഗ് ഡെലിവറിയൊക്കെ പിന്നീട് അങ്ങോട്ട് സെറ്റായ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അങ്ങനെ ഓരോരുത്തരും എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ സംഗീത അത്യാവശ്യം നല്ല റോള് തന്നെയായിരുന്നു. അങ്ങനെ ഇതിൽ വന്നവരൊക്കെ പിന്നെ ക്യാമിയോസ് എന്നുള്ളത് സർട്ടിഫിക്കറ്റ് ഇട്ട സമയത്ത് തന്നെ അവന്മാർ കയറി പൊട്ടിച്ചു. അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ക്യാമിയോ ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ബേസിലൊക്കെ വന്ന സമയത്ത് നല്ല കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അത് അത്യാവശ്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് തന്നെയായിരുന്നു കാണിച്ചത്. അങ്ങനെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള കാമൻ കൂളായിട്ടുള്ള രസകരമായ പടമാണ് ഹൃദയപൂർവ്വം. പിന്നെ പാട്ടുകളൊക്കെ ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു വീക്കസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത് പല സ്ഥലത്തൊന്ന് വിട്ട് നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കൂടുതൽ ഇമോഷൻസ് ആയി കുറേയൊക്കെ. ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് ഹ്യൂമർ ആയതുകൊണ്ട് ഹ്യൂമർ ഞാൻ പറഞ്ഞ പോലെ സിനിമ ഉടനീളം ഹ്യൂമർ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹ്യൂമർ നമ്മൾ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സെക്കൻഡ് ഹാഫിലെ ഹ്യൂമർ കുറഞ്ഞു, ഇമോഷൻസ് കുറച്ച് കൂടി. പക്ഷേ ലാലേട്ടൻ്റെ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ട്, അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മാളവിക മോഹൻ്റെ സൈഡാണുള്ളത്, അത് ചെറുതായിട്ടൊന്ന് വീക്ക് പോയിന്റ് ആണ്, അല്ലെങ്കിൽ പറയാം എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും പറയാം. പിന്നെ ഇനി കേൾക്കാൻ പോകുന്ന കമൻറ്റുകൾ ചിലപ്പോൾ എനിക്കൊന്ന് സ്ലോ പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഞാൻ പേഴ്സണലി അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നന്നായി ചിരിക്കാനുണ്ട്. ചിരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റിയ ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഹൃദയപൂർവ്വം. നിങ്ങളുടെ തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.